കമലേ, രഞ്ജു, ഇവിടെ ഇരുന്നോണ്ട് എന്തെങ്കിലും കാണാനോ അറിയാനോ പറ്റുമോ? ആരൊക്കെ വരുന്നു പോകുന്നു ആർക്കറിയാം? കമലേ, കമലേ, അയ്യോ, എടി കമലേ. ഇത് എന്നത്തിന് ഇവിടെ കിടന്ന് തൊള്ള കീറുന്നേ? തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ തരുന്നില്ലേ? ഞാൻ എന്താ പട്ടിയാണോടി? തിന്നാനും കുടിക്കാനും തന്ന എല്ലാം ആയോ? എന്നാ ഒരു ഇരുമ്പിട്ടിന് തുടലൂടെ മരിച്ചെന്റെ കഴുത്തിലോട്ട് പോയി. ഇപ്പൊ എന്നാത്തിനാ കിടന്ന് നിലവിളിച്ചത്? ഞാൻ ഒരുത്തേ ഉള്ളൂ ഈ വീട്ടില്. രഞ്ജുവിനെ വിളിക്കുന്നത് എന്നെ ഓർത്തിട്ടാ. അവള് കോട്ടയത്ത് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുവാന്ന് അറിയാഞ്ഞിട്ടാണോ? ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല. വർത്താനം പറയുന്ന ഒച്ചയും കേൾക്കാനില്ല. എല്ലാരും എവിടെ പോയി? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? രാജുവും ശിവനും വന്നിട്ട് അങ്ങോട്ട് പോയി. അവര് പാഞ്ഞു വന്നതേ അമ്മയോട് പുന്നാരം പറഞ്ഞ് സന്തോഷിപ്പിക്കാനല്ല, പിള്ളേരെ എങ്ങനെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയാ. എന്നിട്ട് രക്ഷിക്കാൻ പറ്റിയോ? എടി അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോ? ഒന്നും അറിയാൻ മേല. ഇന്ന് കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന കേട്ടത്. അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പോയേക്കുവോ ശിവേട്ടനും രാജീവനും കൂടെ. ജാമ്യം കിട്ടോടി? എനിക്കറിയത്തില്ല. കിട്ടിയാലും കിട്ടിയില്ലേലും ഈ കുടുംബത്തിന് മേലെ വന്ന് വീണ ദുഷ്പേര് മാറുവോ? ആ ഹരിയുടെ സ്വഭാവം നല്ലതല്ലെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ. അലീനിന്റെ അടുത്ത് അവൻ എന്തെല്ലാം വഷളത്തരങ്ങളായിട്ട് കാണിച്ചേ. അപ്പോഴൊക്കെ അവക്കാരുത് കുറ്റം. അവള് കണ്ണും കൈയും കാണിച്ചു. അവള് വരവീശി. ഇപ്പൊ ആരുടെ വരൽ ആരാടി ചെന്ന് വീണത്. അന്ന് വേണ്ട പോലെ നിയന്ത്രിച്ച് നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. അവള് തന്നെ എല്ലാത്തിനും കാരണം. കേട്ടി, അവളെന്നെ ചെയ്തു. അവളല്ലേ ഈ പിള്ളേരെ ഇളക്കി വിട്ടത്. എങ്ങനെ ഇളക്കിയെന്നാ? അവള് കടപ്പായിട്ടിരുന്നോണ്ട് കമ്പൂച്ച് തോടിയോടി. മക്കളെ നേരാവണ്ണം വളർത്തിയെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്റെ മോൻ മാത്രമല്ലല്ലോ ലോക്കപ്പിൽ കിടക്കുന്നത്. സ്വന്തം മോളുടെ മോനും അവിടെ തന്നെയല്ലേ. അവള് നല്ലപോലെ വളർത്തിയതല്ലേ. എന്നിട്ട് എന്നാ പറ്റി? എടി, ഹരിയുടെ കൂടെയല്ലേ അവരുടെ കൂട്ട്. പിന്നെ എങ്ങനെ നന്നാവാനാ? നിങ്ങള് സ്വന്തം മോളെ നന്നായിട്ട് വളർത്തിയില്ലേ? എന്നിട്ട് അവളിപ്പോ എവിടാ? വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നു, കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടക്കുന്നു. ആരും മലർന്നു കിടന്ന് തുപ്പണ്ട. എല്ലാവരുടെയും കയ്യിലിരിപ്പ് നല്ല കേമോ. ഈ കുടുംബത്തിന് ഇതിലും വലിയ ഏതാണ് വരാൻ? ഇതിലും വലുത് എന്നതാ? നിങ്ങൾക്ക് ഈ മുറി അടച്ച് ഇതിനകത്ത് ഇരുന്നാ മതി. ഒന്നും അറിയണ്ട. ഞങ്ങൾ പുറത്തിറങ്ങി നടക്കേണ്ടവരാ. കോടതിയിലെ വിവരം അറിയുമ്പോ എന്നോടൊന്ന് പറയണേ കമലേ. പറയാം. ഇവിടെ കിടന്ന് വിളിച്ചു പോകണ്ട. ഒന്നാമതേ സ്വസ്ഥതയും സമാധാനമില്ല. സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്ന തറവാടായി ആയിരുന്നു. ഒരുത്തി വന്ന് കേറിയതോടെ എല്ലാം തൊലഞ്ഞു. നിന്റെ കാര്യമാണ് പറയുന്നത്. എന്റെയോ? ആ കുലീനയുടെ. ഇവിടെ മാത്രമല്ല അവള് നാശം വിതച്ചത്. കഴക്കൂട്ടത്തെ ഓർഫനേജ് പൂട്ടിക്കെട്ടിയിട്ടാ പോന്നത്. കടപ്പാട്ടൂര് ചെന്ന് അവിടെ നാശം. ഒരു ജോത്സ്യനെ വിളിച്ചോണ്ട് വന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാ അറിയാം അവള് മനുഷ്യ സ്ത്രീയാണോ യക്ഷിയാണോ അതോ ബാധയാണോന്ന്. കർമ്മഫൽ അനുഭവിക്കാതെ പോകാൻ പറ്റുമോ? ഭഗവാനെ, സാറേ ഇതാരെ കൊണ്ടുവരാ സാറേ? പ്രതികളെ കോടതി കൊണ്ടുപോകാൻ. സാറേ ഈ വെയിലത്ത് അവന്മാരെ റോഡിൽ കൂടെ നടത്തി കൊണ്ടുപോകണം സാറേ. നാട്ടുകാർ മുഴുവൻ കാണട്ടെ. പ്രതികളെ സുരക്ഷിതമായി കോടതിയിൽ ഹാജരാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാ പ്രതിക്ക് വല്ലതും പറ്റിയ കുറ്റം മുഴുവൻ പോലീസിനായിരിക്കും. ഇവിടെ തന്നെ നിൽക്കുക. എന്തായാലും അവന്മാരെ ഇറങ്ങിക്കൊണ്ടുവരുമ്പോ കാണാമല്ലോ. ഇടി കൊടുക്കാൻ പറ്റി കൊടുക്കണം. അതൊന്നും നടക്കത്തില്ലെന്നേ. പോലീസ് ചുറ്റും വളഞ്ഞല്ലേ കൊണ്ടുവരൂ. കാല് നീട്ടി ഒരു ചവിട്ട് കൊടുത്താലോ? എന്തായാലും ഇപ്പൊ തന്നെ കൊണ്ടുവരും. ഒന്ന് അടങ്ങി നിൽക്കുക. ആൾക്കൂട്ടം വയലന്റായ പ്രശ്നമാവുമല്ലോ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. നമുക്ക് തൽക്കാലം വണ്ടി പുറത്തോട്ടിടാം. ഒരു പരിക്കും ഏൽക്കാതെ 4 പേരെയും കോടതി മുറി വരെ എത്തിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാ. പുറത്ത് ആൾക്കൂട്ടമുണ്ട്. നമ്മൾ പ്രതികളുമായി ഇറങ്ങി ചെല്ലുമ്പോ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായെന്ന് വരാം. സാർ അതിനുള്ള സാധ്യതയുണ്ട്. പ്രതികളെ ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്യാൻ ഇടവരെ സൂക്ഷിച്ചു വേണം 4 പേരെയും കൊണ്ടുപോയി വാനിക്കറ്റാൻ. മനസ്സിലായി? സാർ ഞങ്ങൾ റെഡിയാണ്. പോലീസ് ആളുകളെ വകഞ്ഞു മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാലും പെട്ടെന്ന് തള്ളിക്കറി വരും. അതിനെതിരെയുള്ള പ്രതിരോധം ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇവരെ അങ്ങോട്ട് കൊണ്ട് ചെല്ലാവൂ. അവരെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കും. എല്ലാവരും നിങ്ങളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാ. ആരും ഓടിക്കളയാൻ ശ്രമിക്കരുത്. നാട്ടുകാരുടെ കയ്യിലെങ്ങാനും പെട്ടുപോയാ അവർ ഇടിച്ചു കൊഴിച്ച് പശയാക്കി പോസ്റ്റ് ഒട്ടിക്കും. ഓരോരുത്തരായിട്ട് ഇറങ്ങി വേടാ. നിനക്കെന്താ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാൻ മടി? നിനക്ക് നാണോ ഒന്നടാ? ഇറങ്ങി വേടാ. ഇവിടെ എല്ലാവരെയും കഫിയിടും. നിന്റെ ഒന്നും ഒരു സാധനം ലോക്കപ്പ് വെച്ചിട്ടില്ലല്ലോ. എല്ലായിടത്തിലടാ. ഇനി ലോക്കപ്പിലോട്ട് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇവിടെ വന്നു കയറുമ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ എടുത്തോളണം. സാർ എന്റെ ഫോൺ. അത് തൊണ്ടി സാധനം. പീഡനത്തിന്റെ വീഡിയോ ഫോണിൽ പിടിച്ചവരല്ലേ നീ? നടക്കടാ. നമുക്കറിയാം അവന്മാര് പിള്ളേരെ എല്ലാം ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തടയണ്ടേ? ഹലോ കമലെടുത്തി, ഞാൻ വൈജയാ. നീ ഹോസ്പിറ്റലിൽ നിന്നാണോ വിളിക്കുന്നത്? എന്റെ കമലെടുത്ത് എനിക്ക് ഇതുവരെ എഴുന്നേറ്റിരിക്കാൻ പോലും ആയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? ശിവേട്ടനും രാജീവനും ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. അങ്ങോട്ട് വരുന്നു പറഞ്ഞാ ഇവിടുന്ന് പോകുന്നത്. ആ, ഇവിടെ വന്നിട്ട് പോയി. പിള്ളേരുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. അവരുടെ കാര്യം അറിയാൻ വേണ്ടിയാ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത്. വീടിനകത്തിരിക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാ? നിനക്കാണെങ്കിൽ ഒരുപാട് ആളുകളെ പരിചയമുണ്ടല്ലോ. ബാങ്കിലെ ജോലിയല്ലേ? നീ വിളിച്ചു പറഞ്ഞ ഒരു സഹായത്തിന് ആരുമില്ലേ? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ട് എന്നാ പറയും? പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഇവിടെ കിടന്നിട്ട് തന്നെ തോലി ഉരിഞ്ഞു നോക്കുന്ന പോലെയാ എല്ലാരും നോക്കുന്നു. നമ്മള് നാണക്കേട് വിചാരിച്ചിട്ട് എന്നാ കാര്യം? മക്കളല്ലേ വലുത്. അവരുടെ കാര്യമല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ശിവേട്ടനും രാജുവേട്ടനും നോക്കിയാ ഒന്നും നടക്കത്തില്ലേ കമലെടുത്തി? രാമപുരത്ത് ചേച്ചിയുടെ ആങ്ങളെയും അമ്മാവന്റെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അന്ന് അലീനയുടെ പ്രശ്നത്തിന് ആരാണ്ടൊക്കെ ഒത്തുതീർപ്പിന് വന്നായിരുന്നല്ലോ. പവിത്രനോ പ്രകാശനോ ആരാ? അവരോടൊന്നും ഈ കാര്യം പറയാൻ പോലും കൊള്ളത്തില്ല വൈജയ്. ഞാൻ രാമപുരത്തോട്ട് വിളിച്ചപ്പോഴേ എന്റെ അച്ഛനും ആങ്ങളെയും പറയുക ഈ കേസുമായിട്ട് രാമപുരത്തോട്ട് വന്നേക്കരുതെന്ന്. ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ ഒരു അത്യാവശ്യം വന്നപ്പം ആരും ഒന്നും ചെയ്യാനില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാ വലുത്. ബാലേന്ദ്രനുണ്ടല്ലോ പരിചയക്കാര് ഇഷ്ടം പോലെ. ബാലേന്ദ്രൻ അറിയാത്ത ഏത് നേതാക്കളാ പാലായിലുള്ളത്? ആശുപത്രിയിലാണെങ്കിലും ഫോണിലെ കയ്യില്. അറിയാവുന്ന നേതാക്കന്മാരെയൊക്കെ വിളിച്ച പോരെ? ബാലേന്ദ്രൻ ഒന്നും ചെയ്യത്തില്ല കമലെടുത്തി. കാര്യം എന്നാന്ന് വെച്ചാ മകന്റെ വഴിവഴച്ച പോക്ക് കണ്ട് കൊറേ ഉപദേശിച്ചതാ. ഞാനാണെങ്കി
അലീനയുടെ പ്രശ്നത്തില് രോഹിത്തിന് നല്ല അടിയും കൊടുത്തായിരുന്നു. അവൻ അതോടെ ഒന്ന് അടങ്ങിയതാ. ആ ഹരിയ പിന്നെയും കൊണ്ടുപോയി അവനെ വഴി പിഴപ്പിച്ചത്. ഹരിയോ? ആര് പറഞ്ഞു ഹരിയാണെന്ന്? രോഹിയ എന്റെ മോനെ വേണ്ടതിനൊക്കെ വിളിച്ചോണ്ട് പോയത്. അലീനയുടെ കാര്യത്തിലും രോഹി വിളിച്ചിട്ട് അവൻ ചെന്നത്. എന്നിട്ട് കുറ്റം മുഴുവനും ഹരിക്ക്. ഹരിയുടെ കാമുകിയായിരുന്നു റേപ്പ് ചെയ്യപ്പെട്ട ആ പെണ്ണ്. ഹരിയാണ് കാറിൽ വിളിച്ചു കയറ്റി അവളെ ആൾതാമസം ഇല്ലാത്ത വീട്ടിലോട്ട് കൊണ്ടുപോയത്. പത്രത്തിലുണ്ടായിരുന്നല്ലോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. പ്രേമിക്കുന്ന പെണ്ണിനെ ചതിച്ചു കൊണ്ടുപോയി കൂട്ടുകാർക്ക് ഇട്ടുകൊടുത്തത് ആരാ? കമലെടുത്തി പത്രമൊന്നും കണ്ടില്ലായിരുന്നോ? എന്നതൊക്കെയാന്ന് പറഞ്ഞാലും രോഹിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഹരി ഒന്നും ചെയ്യത്തില്ല. അത് എനിക്ക് ഉറപ്പാ. നിങ്ങളുടെ മകൻ കാരണം എന്റെ മകന്റെ ഭാവിയും കൂടെ തൊലഞ്ഞു. അതാ സംഭവിച്ചത്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ എന്റെ മോനെ കുറ്റം പറയാ. ഞാൻ വെക്കുവാ. ഫോൺ എടുക്കണ്ടായിരുന്നു ഉള്ള സമാധാനം കൂടി കളയാനായിട്ട്. ഇതുവരെ കോടതിയിലേക്ക് ഇനി എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയമില്ല. കോടതി ചെന്നിട്ട് എന്ത് ചെയ്യാനാ? പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അഡ്വക്കേറ്റിനെ കണ്ടേ, എല്ലാം കാണും കേൾക്കുകയും ചെയ്യണ്ടേ. പോലീസ് സ്റ്റേഷൻ കണ്ടതിന്റെ 4 ഇരട്ടി ആൾക്കൂട്ടം കാണും ആ കോടതി മുറ്റത്ത്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ പോയി നിൽക്കണ്ടേ? നമുക്ക് കാറിന്റെ തിരുന്നാ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട. എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് കടന്നുപോയാൽ മതിയായിരുന്നു. നമ്മളവിടെ ചെല്ലണ ശിവേട്ട. പിള്ളേര് തെറ്റ് ചെയ്തു പോയി, അവരുടെ ശിക്ഷയും കിട്ടും. അത് അനുഭവിച്ചേ പറ്റൂ. എന്ന് വെച്ച് നമ്മളവരെ തള്ളിക്കളഞ്ഞു എന്ന് അവർക്ക് തോന്നരുത്. അത് മാത്രമല്ല, അവർക്ക് ആരും ഇല്ലെന്ന് വിചാരിച്ച് ഒരുത്തിനും അവരുടെ മെക്കെട്ട് കയറുകയും ചെയ്യരുത്. നമുക്കുണ്ടായി ചീത്തപ്പേര് തൽക്കാലം മറക്കാം. എടാ ബാലേന്ദ്രൻ കോടതി വരും ഇല്ലല്ലോ. അയാള് തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനോനല്ലേ. നമുക്ക് പോവാൻ ചേട്ടാ, വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര തന്നെ. എന്തായാലും അപമാനം കൊണ്ട് നനഞ്ഞു നാറി. ഇനി പോകുന്ന പോലെ പോട്ടി നോക്കാം. കോടതി കുഴപ്പമില്ലോട്ട് നേരിട്ട് ചെന്ന് കയറണ്ട. നാട്ടുകാര് പ്രാന്തമാരാ. ചിലപ്പോ കാറ് തല്ലി പൊളിച്ചെന്ന് വരും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശിവേട്ട. റിമാൻഡ് ചെയ്താലും വേണ്ടില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ. ശിവേട്ട പേടിക്കണ്ട, പോലീസ് ഉണ്ടല്ലോ.